ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എങ്ങനെ നാടൻ രുചിയിൽ ഒരു മീൻകറി വയ്ക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് തവിട് എണ്ണയാണ്. കടുക് ഇട്ടു. കടുക് പൊട്ടുന്നുണ്ട്. കറിവേപ്പില ഇട്ടു. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് വെന്ത് വഴണ്ട് കിട്ടും. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ചതഞ്ഞ് വരണം. അത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം നമ്മൾ ഉള്ളി എങ്ങനെയായിന്ന്. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലപോലെ ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് നല്ല ചേർന്ന് വരുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാം കൂടി നല്ലപോലെ എണ്ണയിലൊന്ന് വഴണ്ട് വെന്ത് വരണം. നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അത് നല്ലപോലെ വേവാനായിട്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ലപോലെ വഴണ്ടു. ഇനി നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മല്ലിപ്പൊടിയും നല്ലപോലെ ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച രുചി മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ മൂത്ത് വരണം. അതിനുശേഷം മാത്രമേ മുളക് പൊടി ഇടാവൂ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ ഈ മുളക് പൊടി നല്ല എരിവുള്ളതും കൂടി ഉള്ളതായതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മുളക് പൊടിയുടെ ആ പച്ച മണമൊന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നല്ലപോലെ കൂടുതൽ വെള്ളം ചേർക്കരുത്. ആ വെള്ളത്തിൽ കിടന്നത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പുളിപ്പും ഞാൻ എനിക്ക് ആവശ്യമുള്ളതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇളക്കരുത്. നല്ലപോലെ മൂടി വെച്ച് വേവിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തന്നെ മൂടി വെച്ച് അതൊന്ന് 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ തിളച്ച് മീനെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മീൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.